ഹായ് ഹലോ ഓൾ. ദ ലിറ്റിൽ പ്രിൻസ് ബൈ അന്റോയിൻ ഡെ സെയിൻറ്റ് എക്സോപ്പറി ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അന്റോയിൻ ഡെ സെയിൻറ്റ് എക്സോപ്പറി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്ററാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് പൈലറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പൈലറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ജേർണീസ് അല്ലെങ്കിൽ ട്രാവൽസ് ത്രൂ എ പോയറ്റ്സ് ഐ, അതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കാണിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്നത് 1943 പബ്ലിഷ് ചെയ്തിരണമാണ്. അതൊരു എന്താ പറയുക, ഒരു ഫേബിൾ സ്റ്റോറി ഓഫ് എ ചൈൽഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻ സ്റ്റോറി എന്ന് പറയാം. പക്ഷേ അത് അഡൾട്ട്സിന് വേണ്ടിയുള്ളൊരു സ്റ്റോറിയാണ്. നമുക്ക് വായിച്ചാലും, അതായത് വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞു പോകുന്നത്. വലിയ ഹ്യൂമൻ വാല്യൂസ് ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞ് പോകുന്നത്. അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് കൂടിയായിരുന്നു. വേൾഡ് വാർ 2 അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ക്രാഷ് ആവുകയും, അതായത് എനിമി ഷോട്ട് ചെയ്യുകയും ഒരു എയർക്രാഫ്റ്റ് മിസ്സിംഗ് ആവുന്നു. ഒരു 7 ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഇതുപോലെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു മിസ്റ്ററി പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണം പോലും. അപ്പോൾ ഇതൊരു മോഡേൺ ക്ലാസിക്കാണ് നമുക്ക് പഠിക്കാനുള്ള ദി ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്നത്. ഒരു യങ് പ്രിൻസ് വേരിയസ് പ്ലാനറ്റ്സ്, അതായത് ഇൻക്ലൂഡിങ് എർത്ത് പോലെയുള്ള വേരിയസ് പ്ലാനറ്റ്സ്, സ്പേസിലെ വേരിയസ് പ്ലാനറ്റ്സിൽ വിസിറ്റ് ചെയ്യുകയും ലോൺലിനെസ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ലവ്, ലോസ് എന്നിങ്ങനെയുള്ള തീംസിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വർക്കാണിത്. ഓക്കെ, അപ്പോൾ അത് ലൈഫിനെ കുറിച്ചും നമ്മുടെ അഡൾട്ട് ലൈഫിനെ കുറിച്ചും ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചും പൊതുവെ ഇൻ ജനറൽ പറഞ്ഞു പോകുന്നൊരു വർക്കാണ്. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ സിനാപ്സിസ് നോക്കാം. ചാപ്റ്റർ 1 to 10 പിന്നെ ചാപ്റ്റർ 11 to 20 ആൻഡ് ദെൻ ചാപ്റ്റർ 21 to 27. അപ്പോൾ 27 ചാപ്റ്റേഴ്സ് വരെ ഉണ്ട് നമ്മുടെ ഈ ഒരു വർക്കിൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിൻ്റെ സിനോപ്സിസ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നമുക്കതിൻ്റെ സമ്മറി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ 1 to 10 വരെയുള്ളത് നോക്കാം. സ്റ്റോറി തുടങ്ങുന്നത് തന്നെ നറേറ്റർ റീകോൾ ചെയ്യുവാണ് അദ്ദേഹത്തിൻ്റെ പഴയ ഓൾഡ് ഡ്രോയിങ്സ്. അപ്പോൾ അദ്ദേഹത്തിന് വരയ്ക്കുന്നൊരു വ്യക്തിയായിരുന്നു നമ്മുടെ നറേറ്റർ. ആ ഓൾഡ് ഡ്രോയിങ്സിൽ അദ്ദേഹം വരച്ചിരുന്നത് ഒരു പാമ്പിൻ്റെ പടമായിരുന്നു. അതായത് ഈ ബോവ കൺസ്ട്രക്ടർ എന്ന് പറയും. ബോവ കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ ലാർജ് നോൺ വെനമസ് സ്നേക്ക് ആണ്. നമ്മുടെ അനാക്കോണ്ട പോലത്തുള്ളയൊക്കെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ബോവ കൺസ്ട്രക്ടർ ഒരു ആനിമലിനെ സ്വാളോ ചെയ്യുന്ന ഒരു പടമായിരുന്നു ഇദ്ദേഹം വരച്ചത് പണ്ട് 6 വയസ്സുള്ള സമയത്ത്. ആ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ അദ്ദേഹം ആ ഒരു ഇമേജ്, അദ്ദേഹം വരച്ച പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുവാണ്. അദ്ദേഹത്തിനെ പക്ഷേ ഗ്രോണപ്സ് ഡിസ്കറേജ് ചെയ്യുകയാണ്. അതായത് പെയിൻറ്ററൊന്നും ആവണ്ട എന്നുള്ളൊരു ഡിസയറിനെ അദ്ദേഹത്തിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഡിസ്കറേജ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിച്ച് അദ്ദേഹം ജോഗ്രഫി, അരിത്തമെറ്റിക്, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഗ്രാമർ എന്നീ വിഷയങ്ങളിലോട് ഇദ്ദേഹത്തിന് ഒരു കൈൻഡ് ഓഫ് ഡിവോഷൻ തോന്നി. അങ്ങനെ ഇദ്ദേഹം പൈലറ്റ് ആവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ എയർപ്ലെയിൻ ക്രാഷ് ആയിട്ട് സഹാറ ഡെസേർട്ടിൽ ലാൻഡ് ചെയ്തു. അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് 1000 മൈൽ എവേ ആണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം സാൻഡിലാണ് ഫസ്റ്റ് ഡേ കിടന്ന് ഉറങ്ങിയത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലിറ്റിൽ വോയിസ് ഇദ്ദേഹം കേട്ടു. അങ്ങനെ ആ ലിറ്റിൽ വോയിസ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഷീപ്പിനെ വരച്ച് തരുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഷോക്ക്ഡ് ആയിട്ട് നോക്കിയപ്പോൾ എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറിലി സ്മോൾ പേഴ്സൺ, വളരെ സീരിയസ് ഫേസ് ഉള്ള ഒരു കുഞ്ഞ്, ഒരു സ്മോൾ ഫേസ്, അതായത് സ്മോൾ ബോഡി ഉള്ള ഒരാൾ ഇയാളുടെ മുമ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ഇത് ലിറ്റിൽ ചൈൽഡ് പോലെയാണ്. അപ്പോൾ അയാൾ ആലോചിക്കുകയാണ്, ഈ ഹ്യൂജ് ഡെസേർട്ടിൽ ഈ എങ്ങനെയാണ് ഈ ലിറ്റിൽ ചൈൽഡ് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ പക്ഷേ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ മുഖം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷാണ്. ഒരു ഹങ്കറോ ഫെറ്റീഗോ ഒരു ടയർഡ്നെസ്സോ കാണുന്നില്ല. അപ്പോൾ ഈ ലിറ്റിൽ ബോയ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നറേറ്ററിൻ്റെ അടുത്ത്, ഒരു ഷീപ്പിൻ്റെ പടം വരച്ചതാ ഇങ്ങനെ 3 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആൻഡ് അത് നമ്മുടെ നറേറ്ററിന് വളരെയധികം ദേഷ്യം വന്നു ഇത് കേട്ടപ്പോൾ. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരച്ചിട്ട് പറഞ്ഞു ആ ഷീപ്പ് ഇതിന് അകത്താന്ന് പറഞ്ഞു. നറേറ്ററിൻ്റെ സർപ്രൈസിനനുസരിച്ച് നറേറ്റർ വളരെ സർപ്രൈസ്ഡായി കുട്ടിയുടെ റിപ്ലൈ കിട്ടും. കുട്ടി പറയാണ്, എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ഈ പെയിൻറ്റിങ് വേണ്ടിയിരുന്നതെന്ന്. ആൻഡ് ലേറ്റർ ഓൺ നറേറ്ററിന് മനസ്സിലായി ബോയ് ഒരു ഡിഫറെൻറ്റ് പ്ലാനറ്റ് ആയിട്ടുള്ള ആസ്ട്രോയിഡ് 325 നിന്ന് വന്നതാണെന്ന്. അവിടെ എല്ലാം വളരെ ചെറുതാണ്. ആ ഒരു പ്ലാനറ്റിൽ എല്ലാം വളരെ ചെറുതാണ്, അതായത് മൈക്രോ സൈസിലുള്ളതാണ്. അപ്പം നറേറ്റർ ഡൗട്ട് ചെയ്ത് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും ഈ നറേറ്ററിന് ഭയങ്കര ഡൗട്ടായേ. അപ്പം പിന്നെ ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സായി. ഈ ലിറ്റിൽ പ്രിൻസ് അവൻ്റെ പ്ലാനറ്റിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുമായിരുന്നു. അതായത് അവൻ പറയുവാണ്, ഒരു ബാഡ് സീഡ്സും അല്ലെങ്കിൽ ഒരു ബാഡ് ട്രീസും ഞങ്ങളുടെ പ്ലാനറ്റിൽ വളരത്തില്ല അല്ലെങ്കിൽ വളർത്തില്ല ഞങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ബയോബാബ് ട്രീസ് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഇതുപോലെ തന്നെ ഞങ്ങൾ അധികം അതിനെ അങ്ങനെ വളരാൻ അനുവദിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു.
ബോബാബ് ട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈബിസ്കസ് ഫാമിലിയിൽ പെടുന്നതാണ് കേട്ടോ. അത് വളരെ നീളം കൂടിയ ഒരു ട്രീ ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു ട്രീ ആണ്. അപ്പോൾ ഈ ബോബാബ് ട്രീസിനെ കുറിച്ചാണ് ഇവിടെ നമ്മുടെ പ്രിൻസിൻ്റെ പ്ലാനറ്റിലുണ്ടെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ കൂടുതലായിട്ട് ഞങ്ങൾ വളരാൻ അനുവദിക്കുകയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നമ്മുടെ യങ് പ്രിൻസ്, ഓക്കെ, നമ്മുടെ ആ കുട്ടി, കൊച്ചുകുട്ടി ഡേയ്സ് പാസ് ചെയ്ത് നറേറ്റർ കുറേ കാര്യങ്ങൾ ലിറ്റിൽ പ്രിൻസിൽ നിന്ന് അവൻ്റെ പ്ലാനറ്റിനെ കുറിച്ച് അറിഞ്ഞു. ഒരു ദിവസം പ്രിൻസ് പറയുവാണ്, ഇപ്പോൾ ഈ ഷീപ്പ് ബുഷസ് തിന്നുവാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഷീപ്പ് ഈറ്റ് ബുഷസ്, അതായത് ഷീപ്പ് ബുഷസ് തിന്നുമോ എന്ന് ചോദിച്ചു. ആൻഡ് നറേറ്റർ കൺഫേം ചെയ്തു ആ തിന്നും എന്ന് പറഞ്ഞു. ആൻഡ് ഇദ്ദേഹം എന്നിട്ട് മറ്റേ കൂടുതൽ ബോബാബ് ട്രീസിനെ കുറിച്ച് നമ്മുടെ നറേറ്റർ ചോദിച്ചു. നറേറ്റർ റിപ്ലൈ ചെയ്തു. അപ്പോൾ നറേറ്ററിൻ്റെ അടുത്ത് ഈ കുട്ടി ചോദിച്ചു ബോബാബ് ട്രീസിനെ കുറിച്ച്. അപ്പം ഇയാൾ പറയുകയാണ്, നമ്മുടെ നറേറ്റർ പറയുവാണ്, ഈ ട്രീസ് വളരെ ടോൾ ട്രീസ് ആണ്, അത് ബുഷസ് ഒന്നുമല്ല. ആൻഡ് പ്രിൻസ് പറയുവാണ്, ഈ ട്രീസ് പണ്ട് വളരെ സ്മോൾ ആയിരുന്നു എന്ന് പ്രിൻസ് പറയുവാണ്. അതായത് പ്രിൻസിൻ്റെ പ്ലാനറ്റിൽ ഈ ട്രീസ് ഉണ്ടായിരുന്നു, അന്ന് അവിടെ വളരെ സ്മോൾ ആയിരുന്നു എന്ന് പറയുവാണ്. ആൻഡ് അവർ നല്ല അതായത് അത് ഈ ബോബാബ് ട്രീസിൽ തന്നെ ഗുഡ് ആൻഡ് ബാഡ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു പ്രിൻസിന്റെ പ്ലാനറ്റിൽ. പക്ഷേ സീഡ്സ് ഒക്കെ ഇൻവിസിബിൾ ആയിരുന്നു എന്നും പ്ലാന്റ് സ്പ്രൗട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഒരു ബാഡ് പ്ലാന്റ് ആണെന്നും അതുകൊണ്ട് ഇവർക്ക് എടുത്ത് കളയേണ്ടി വന്നു എന്നൊക്കെ ഇവ ഇങ്ങനെ പറയുവാണ്. ഒരു ദിവസം നറേറ്റർ ഇങ്ങനെ ബിസി ആയിട്ട് ഈ ഡാമേജ്ഡ് പ്ലെയിൻ റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ലിറ്റിൽ പ്രിൻസ് ചോദിക്കുവാണ് ഈ തോൺസിന്റെ യൂസ് എന്താണെന്ന്. അപ്പം ഇറിറ്റേറ്റഡ് ആയപ്പോൾ നറേറ്റർ പറഞ്ഞു, തോൺസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞാൽ ആളുകളെ അടുപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കുറച്ച് മീൻ ആവാൻ വേണ്ടി ഉള്ളൊരു കാര്യമാണ്. മീൻ എന്ന് വെച്ചാൽ MEAN, മീൻ ആവാൻ വേണ്ടി ഫ്ലവേഴ്സ് എങ്ങനെയാണ് മീൻ ആവുന്നത്, ഈ തോൺസ് വഴിയാണെന്ന് പറഞ്ഞു. അതായത് ആളുകളെ അകറ്റി നിർത്താൻ പറ്റിയ ഒരു കാര്യമാണ് തോൺസ് എന്ന് പറയുന്നത്. ആ ലിറ്റിൽ പ്രിൻസ് പറയുവാണ്, അവനൊരു യുണീക്ക് ഫ്ലവർ അറിയാമായിരുന്നു അവൻ്റെ പ്ലാനറ്റിൽ. ആൻഡ് അവൻ ഇങ്ങനെ പറയുവാണ്, അതങ്ങാണ് ഒരു ഷീപ്പ് എടുത്തെങ്ങാണ് തിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്ന് ഇവ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. നറേറ്റർ മനസ്സിലായി ഈ ഫ്ലവറിനെ കുറിച്ച് പ്രിൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ നറേറ്റർ കുറേ കാര്യങ്ങൾ ഈ ഫ്ലവറിനെ കുറിച്ച് അറിഞ്ഞു. ആൻഡ് ഒരു ദിവസം ഒരു മിസ്റ്റീരിയസ് റോസ് ഇവൻ്റെ പ്ലാനറ്റിൽ സ്പ്രൗട്ട് ചെയ്തു. ആൻഡ് ലിറ്റിൽ പ്രിൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു റോസിന്. ഓവർ ടൈം ഈ ഫ്ലവറിൻ്റെ ഈ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് വിസിബിൾ ആവാൻ തുടങ്ങി. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇയാൾ പറയുവാണ്, ഈ റോസ് ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളർന്നു തുടങ്ങിയപ്പോൾ അവൻ പറയുവാണ് അതിനൊരു അഹങ്കാരം പോലെ തോന്നിയെന്ന്. ഈ ഒരു യങ് പ്രിൻസ് പറയുവാണ് ഈ ഫ്ലവറിന് ഭയങ്കര അഹങ്കാരം പോലെ തോന്നി കാണുമ്പോൾ. അപ്പോൾ അവൻ പറയുവാണ് ഈ ഒരു ഫ്ലവർ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറിയെന്ന് ഈ യങ് പ്രിൻസ് പറയുവാണ്. ആൻഡ് എന്നിട്ട് പറയുക, ഫ്ലവർ ഒരു സ്ക്രീനൊക്കെ ചോദിച്ചു ഇവളെ ഹൈഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ക്യാൻ ചോദിച്ചു, കാരണം അവളെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി. ആൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഫ്ലവർ എങ്ങനെ അഹങ്കാരത്തോടുകൂടി ചോദിക്കാൻ തുടങ്ങിയെന്ന് പറയുവാണ് യങ് പ്രിൻസ് നറേറ്ററിൻ്റെ അടുത്ത്. അപ്പം എന്നിട്ട് കുറേ കള്ളങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഈ ഫ്ലവർ, അതായത് നമ്മുടെ റോസ് പ്ലാന്റ്. അപ്പം ഈ ഒരു ഇതിൻ്റെ ലൈസ് കേട്ട് നമ്മുടെ യങ് പ്രിൻസിന് ഇതിനെ വിശ്വസിക്കാൻ പറ്റാതെയായി, അതായത് ട്രസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു. ആൻഡ് ഈ യങ് പ്രിൻസ് പറയുവാണ്, ഞാൻ ലോൺലി ആയി, എന്നിട്ട് അവിടെ നിന്ന് ഡിസൈഡ് ചെയ്തു ലീവ് ചെയ്യാനെന്ന് പറഞ്ഞു. അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് ലാസ്റ്റ് മിനിറ്റ് റോസുമായിട്ടൊരു റീകൺസീലിയേഷൻ നടത്തിയിട്ട്, അതായത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് പ്രിൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ പ്ലാനറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആൻഡ് ഓൾസോ ഇയാളുടെ ലോൺലിനെസ് മാറ്റാൻ വേണ്ടിയാണ് യങ് പ്രിൻസ് ഓരോ പ്ലാനറ്റ്, അതായത് എർത്ത് പോലെയുള്ള ഓരോ പ്ലാനറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറയുന്നു. ആൻഡ് അദ്ദേഹം അടുത്തുള്ള ആസ്ട്രോയിഡ്സ് എല്ലാം കണ്ടു, ഒരുപാട് പുതിയ ആളുകളെ കണ്ടു. ആദ്യം ഇദ്ദേഹം ഒരു കിങ്ങിനെയാണ് കണ്ടത്. ആൻഡ് കിങ്ങിനാണെന്നുണ്ടെങ്കിൽ വളരെ അതായത് കിങ് പറയുവാണ് ഈ അതായത് എന്നെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സിനെ എല്ലാം ഇദ്ദേഹം വളരെ ലോ ആയിട്ടാണ് കണ്ടിരുന്നത്. ആൻഡ് ഹോൾ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ രാജാവ് എന്ന് പറയുന്നത് ഈ യങ് പ്രിൻസ് കോട്ടുമായിട്ടപ്പോൾ ഈ രാജാവ് ഇയാളെ വഴക്ക് പറഞ്ഞു എന്ന് പറയുവാണ്. ആൻഡ് ദെൻ ഈ രാജാവ് എന്നിട്ട് പിന്നീട് ഇവൻ്റെ അടുത്ത് കമാൻഡ് ചെയ്യുവാണ്, വേഗം കോട്ടുവായി ഇടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പ്രിൻസിൻ്റെ അടുത്ത് കോട്ടുവായി ഇടാനും കോട്ടുവായി ഇടാതിരിക്കാനും ഒക്കെ ഈ രാജാവ് ഇങ്ങനെ പറഞ്ഞ് കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ബിക്കോസ് കിങ്ങിന് ഏത് കിങ് ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴും റെസ്പെക്റ്റ് വേണം. അത് മാത്രമല്ല അവർ ഈ ഡിസൊബീഡിയൻസ് ഒരിക്കലും ടോളറേറ്റ് ചെയ്യത്തുമില്ല. വളരെ ഒരു ക്രേസി ആയിട്ടുള്ളൊരു കിങ്ങിനെയാണ് നമ്മുടെ യങ് പ്രിൻസ് കണ്ടത്. പ്രിൻസ് ചോദിച്ചു എന്ന് എനിക്ക് സ്റ്റാർസിനെ കമാൻഡ് ചെയ്യണമെന്ന്. ആൻഡ്
ഈ നമ്മുടെ യങ് പ്രിൻസ് രാജാവിൻ്റെ അടുത്ത് പറയുവാണ്, ഇഫ് ഹി കുഡ് കമാൻഡ് സ്റ്റാർസിനെ കമാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം കിങ് പറഞ്ഞു യെസ് എന്ന്. അപ്പോൾ ബോയ് അതായത് ബോയ് ഇങ്ങനെ വളരെ ഷോക്ക്ഡായി. ബിക്കോസ് സണ്ണിനെ ഇങ്ങനെ തോന്നുന്ന പോലെ റൈസ് ചെയ്യാനും സണ്ണിനെ എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യിക്കാനും ഒക്കെ ഒരാളെ തേടി നടക്കുമായിരുന്നു നമ്മുടെ യങ് പ്രിൻസ് എന്ന് പറയുന്നത്. ബട്ട് ലേറ്റ് പ്രിൻസിന് റിയലൈസ് ചെയ്തു കിങ്ങിന് അങ്ങനത്തുള്ള പവറൊന്നും ഇല്ലെന്ന്. സോ അയാൾ എന്ത് ചെയ്തു, ലീവ് ചെയ്യാൻ തീരുമാനിച്ചു നമ്മുടെ യങ് പ്രിൻസ്. കിങ് ഇയാളുടെ അടുത്ത് പറഞ്ഞു, മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിന്റെ പദവി തരാം, നീ എന്തായാലും ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പ്രിൻസ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി. അതായത് ഈ ജസ്റ്റിസിനെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച്, അതായത് ഈ കിങ് റിപ്ലൈ ചെയ്യുവാണ്, എനിക്ക് എന്തായാലും എല്ലാവരെയും ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ട്, നിനക്കില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ യങ് പ്രിൻസിനെ കളിയാക്കാനൊക്കെ നോക്കി. എന്നിട്ട് ഇയാളൊരു എക്സാമ്പിൾ പറയുവാണ്, ഒരു റാറ്റ്, അതായത് ഇവിടെ ഒരു റാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, രാജാവ് പറയുവാണ്, നീ എന്നിട്ട് ഈ റാറ്റിനെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറയുവാണ്, എന്നിട്ട് അതിനെ എന്താ പറയുക വധശിക്ഷയ്ക്ക് വിധിക്കുക, ആൻഡ് ദെൻ പിന്നീട് അവനെ എന്താ പറയുക വെറുതെ വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസ് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും, എനിക്ക് നിങ്ങളുടെ പപ്പറ്റായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. പൊളൈറ്റായിട്ട് ഈ ഒരു പ്ലാനറ്റ് കിങ് നമ്മുടെ യങ് പ്രിൻസ് അങ്ങ് ലീവ് ചെയ്തു. ഓക്കെ, ഇനി ചാപ്റ്റർ 11 to 20. അപ്പോൾ ലിറ്റിൽ പ്രിൻസ് അടുത്ത സെക്കൻഡ് പ്ലാനറ്റിലോട്ട് പോയി. അവിടെ നിന്ന് പറയുന്നത് ഈ കള്ളത്തരവും ചതിയൊക്കെ ഉള്ള ആളുകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അയാൾ വളരെയധികം പ്രൈഡ്, അതായത് ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അയാളൊരു ഹാറ്റ് വെച്ചിരുന്നു. അതായത് ഈ ഹാറ്റ് വെച്ചിട്ടാണ് ഇയാൾ ഈ സമ്മാനങ്ങളൊക്കെ എന്താ പറയുക കളക്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇയാൾ വളരെ ഹാപ്പി ആയിട്ട് ഈ പ്രിൻസിനെ വെൽക്കം ചെയ്തു. പ്രിൻസ് ഇയാളെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി യങ് പ്രിൻസിന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോറടിച്ചു നമ്മുടെ യങ് പ്രിൻസിന്. പ്രിൻസിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടമായോ, ഞാനാണ് ഈ റിച്ചസ്റ്റ് ആൻഡ് ഹാൻഡ്സമസ്റ്റ് മാൻ ഇൻ ദിസ് പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞു. പ്രിൻസ് പറഞ്ഞു, നിങ്ങൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറഞ്ഞിട്ട് പ്രിൻസ് ആ പ്ലാനറ്റ് അങ്ങ് ലീവ് ചെയ്തു. ആൻഡ് എന്നിട്ട് പറയുവാണ്, ഈ ഗ്രോണപ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളാണെന്ന് പ്രിൻസ് ഇങ്ങനെ മൈൻഡിൽ പറയുവാണ്. നെക്സ്റ്റ് പ്ലാനറ്റ് ഒരു ടിപ്ലർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഇയാളിങ്ങനെ കുടിച്ചോണ്ടേയിരിക്കുന്നൊരു മനുഷ്യനാണ്, എല്ലാം മറക്കാൻ വേണ്ടി കുടിക്കുന്ന ഒരാൾ. പ്രിൻസ് ആ പ്ലാനറ്റും ലീവ് ചെയ്തു. ഈ ഗ്രോണപ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആണെന്ന് അയാൾക്ക് മനസ്സിലായി. 4th പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ്റെ പ്ലാനറ്റ് ആയിരുന്നു. അയാളെന്ന് പറയുന്നത് ഈ പ്രിൻസിൻ്റെ അറൈവൽ കൊണ്ട് ഇയാൾക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടായി. ആൻഡ് ആഫ്റ്റർ എ മൊമെൻറ്റ് ഈ ബിസിനസ് മാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഇയാൾ 54 വർഷമായിട്ട് ഇവിടെ ഉള്ളൂ. ആൻഡ് 3 വർഷം മാത്രമേ ഇയാളെ ഒരാൾ വന്ന് തടസ്സപ്പെടുത്തിയിട്ടുള്ളൂ. ഇയാളുടെ ലൈഫിനെ തടസ്സപ്പെടുത്തിയിട്ടുള്ളത് 3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡെസ്കിൽ ഒരു ബീറ്റിൽ വീണു, അത് അയാളുടെ കാൽക്കുലേഷൻസിനെ റൂയിൻ ചെയ്തു. സെക്കൻഡ് എന്ന് പറയുന്നത് അയാൾക്ക് റുമാറ്റിസം വന്നു, ഇതുപോലെ ആർത്രൈറ്റിസ് പോലെ റുമാറ്റിസം പോലൊരു അസുഖം വന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് ഈ പ്രിൻസ് വന്നപ്പോഴാണ് ഇയാൾ ഡിസ്റ്റർബ്ഡ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ്മാൻ റിപ്ലൈ ചെയ്യുവാണ്, ഇയാൾ സ്കൈയിലെ ഷൈനി തിങ്സ് ഒക്കെ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പ്രിൻസ് വന്ന് ഇയാളെ ശല്യപ്പെടുത്തിയെന്ന്. ആൻഡ് ഹി ഈവൻ ഓൾസോ സെഡ് ദാറ്റ് ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് ബിസിനസ്മാൻ്റെ ആണെന്ന് ഇയാൾ തന്നെ അങ്ങ് പറയുവാണ്. ആൻഡ് അത് അയാളുടെ പൊസഷനിലുള്ളതാണ്, അയാൾ ഇങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാർസിനെ എല്ലാം എന്ന് പറഞ്ഞു. അത് വളരെ സീരിയസ് ആയിട്ടാണ് തോന്നിയത്. ഈവൻ ദോ വളരെ ഹാർഡ് ടാസ്ക്കാണ് ഈ സ്റ്റാർസിനെ എണ്ണുക എന്നുള്ളത്. അപ്പം വളരെ സീരിയസ് ആയിട്ട് അയാൾ പറയുന്നത്. ആൻഡ് ഇദ്ദേഹം പ്രിൻസ് ഇയാളുടെ അടുത്ത് ബിസിനസ്മാൻ്റെ അടുത്ത് പറയുവാണ്, അവൻ ഒരിക്കൽ ഒരു ഫ്ലവറും 3 വോൾക്കാനോസും ഓൺ ചെയ്തിരുന്നു. ആൻഡ് അത് പ്രിൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണെന്ന്. എന്നിട്ട് വീണ്ടും പറയുവാണ് ഈ ബിസിനസ്മാൻ്റെ അടുത്ത്, നിങ്ങൾ ഒരിക്കലും സ്റ്റാർസിന് ഒട്ടും യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞു. ആൻഡ് അത് കേട്ടപ്പോൾ ഈ മനുഷ്യനൊന്നും പറയാൻ വയ്യാതായി. ഇവൻ എന്ത് ചെയ്തു, അവിടെ നിന്നും സ്ഥലം വിട്ടു. 5th പ്ലാനറ്റ് എന്ന് പറയുന്നത് വളരെ സ്മോളസ്റ്റ് പ്ലാനറ്റ് ആയിരുന്നു. അവിടെ ഒരു സ്ട്രീറ്റ് ലാമ്പ് ലൈറ്ററും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റ് ലാമ്പ് കത്തിക്കുന്ന ലാമ്പ് ലൈറ്റർ ആ ഒരു മനുഷ്യന് മാത്രം. പ്രിൻസ് ആസ്ക് ചെയ്തു, എന്തിനാണ് ഈ ലാമ്പ് കത്തിക്കുന്നതെന്ന്. അപ്പോൾ ഇവൻ പറയുകയാണ്, എനിക്ക് ഓർഡർ ഉണ്ട്, ലാമ്പ് കത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ആൻഡ് അത് എന്തുകൊണ്ടാണെന്ന് ഇയാൾക്ക് പറയാൻ അറിയത്തില്ലായിരുന്നു. എന്തിനാണ് ആളുകൾ ഓർഡർ ചെയ്യുന്നത് ഈ സ്ട്രീറ്റ് ലാമ്പ് കത്തിക്കുന്നതിന്? കാരണം ഒരു സ്ട്രീറ്റ് ലാമ്പ് അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ആരാണ് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇയാളൊന്നും മിണ്ടിയില്ല. പ്ലാനറ്റ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈച്ച് ഡേ ഇന്ന പ്ലാനറ്റ് എന്ന് പറയുന്ന 1 മിനിറ്റിനുള്ളിൽ തീരുവാണ്. അങ്ങനെ ഒരു 30 ദിവസം, ഒരു 30 മിനിറ്റ് നിന്നപ്പോൾ തന്നെ 30 ദിവസം തീർന്നു. പ്രിൻസിന് ഇയാളൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണായിട്ട് തോന്നി. പക്ഷേ അയാൾക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആകെ ഒരാൾക്ക് മാത്രം കഴിയാനുള്ള സ്പേസ് ആ പ്ലാനറ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. 6th പ്ലാനറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനറ്റിനെക്കാട്ടിലും 10 times ലാർജർ ആയിരുന്നു. ആൻഡ് ഒരു ജിയോഗ്രഫർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ കയ്യിൽ വലിയൊരു ഹ്യൂജ് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസ് ചോദിച്ചാണ്, ഈ പ്ലാനറ്റിൽ ഓഷ്യൻസോ റിവേഴ്സോ സിറ്റീസോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോഗ്രഫർ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാനൊരു എക്സ്പ്ലോറർ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പ്രിൻസിൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു, നിൻ്റെ പ്ലാനറ്റിനെ കുറിച്ച് സംസാരിക്കാൻ. പ്രിൻസ് സാഡായിട്ട് റിപ്ലൈ ചെയ്തു, അതായത് അത് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല, അത് വളരെ സ്മോളാണ്,
3 വോൾക്കാനോസ് മാത്രമേ ഉള്ളൂ, ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജോഗ്രഫർ റിപ്ലൈ ചെയ്തു, അത് എന്താണ്, ഇയാൾ ഫ്ലവേഴ്സ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ഞാൻ പെർമനൻ്റ് ആയിട്ടുള്ള തിങ്സ് മാത്രമേ എൻ്റെ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യുകയുള്ളൂ എന്ന് ഇയാൾ യങ് പ്രിൻസിൻ്റെ അടുത്ത് പറഞ്ഞു. പ്രിൻസ് വളരെ ഈ ഒരു ഇത് കേട്ടപ്പോൾ വളരെയധികം സ്റ്റക്കായിപ്പോയി, ഈ ഒരു റിയലൈസേഷൻ കേട്ടപ്പോൾ. അതായത് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല എന്ന് കേട്ടപ്പോൾ, എപ്പോൾ പെട്ടെന്ന് നശിക്കാൻ പോകുന്ന കാര്യമാണെന്ന് കേട്ടപ്പോൾ. ആൻഡ് ഹി ആസ്ക് ദ മാൻ, ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു, ഇനി ഏത് പ്ലാനറ്റാണ് അവൻ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാളാണ് പറഞ്ഞത് എർത്ത് എന്ന് പറയുന്ന നല്ല പ്ലാനറ്റാണ്, അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. ആ പ്ലാനറ്റിന് ഒരുപാട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കിങ്സും ജോഗ്രഫേഴ്സും ബിസിനസ്മെന്നും ആർമീസും ഒക്കെയുള്ള ഒരിതാണ് അത് തന്നെ. അതായത് ഒരുപാട് ഗ്രോണപ്സ് ഉള്ള ഒരു പ്ലാനറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രിൻസ് എർത്തിൽ റീച്ച് ചെയ്ത്. സഹാറ ഡെസേർട്ടിൽ പക്ഷേ ആരെയും കണ്ടുപിടിക്കാൻ ഇയാൾക്ക് പറ്റിയില്ല. അപ്പോൾ ഇയാൾ വിചാരിച്ച് റോങ് പ്ലാനറ്റിലാണ് എത്തിയെന്ന്. അവിടെ വെച്ചൊരു സ്നേക്കിനെ കണ്ടു. സ്നേക്കാണ് പറഞ്ഞത് ഇത് ഡെസേർട്ടാണെന്നും ഇവിടെ ആളുകളൊന്നും ഇല്ലെന്നും. ആൻഡ് സ്നേക്ക് ചോദിച്ചു എന്തിനാണ് എർത്തിലോട്ട് വന്നതെന്ന്. അപ്പോൾ ഈ ബോയ് പറഞ്ഞു, യങ് പ്രിൻസ് പറഞ്ഞു, ഒരു ഫ്ലവർ തേടിയാണ് വന്നതെന്ന്, അതായത് ഒരു ഫ്ലവർ കാരണമാണ് വന്നതെന്ന് പറഞ്ഞു. ആൻഡ് സ്നേക്ക് പറഞ്ഞു അവന് വളരെ ലോൺലിനെസ് ആണ്, പക്ഷേ അവൻ വളരെ പവർഫുൾ ആണെന്നും ഈ പ്രിൻസിനെ വേറെ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ആൻഡ് പ്ലാനറ്റ് അവൻ്റെ സ്വന്തം പ്ലാനറ്റിലോട്ട് വേണമെങ്കിൽ കൊണ്ടെത്തിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ല ലേറ്റർ പ്രിൻസ് ഒരു ഫ്ലവറിനെ കണ്ടു ആൻഡ് ആസ്റ്റ് അവളെ നട്ട് വളർത്തിയത് ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ ആകെ 7 or 8 ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതും കുറേ വർഷങ്ങൾക്ക് മുന്നേ. അവൾക്ക് റൂട്ട്സ് ഒന്നുമില്ല, ആ റൂട്ട്സൊക്കെ ഈ സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് എന്താ പറയുക അടിച്ചപ്പോൾ അതെല്ലാം പറന്നു പോയെന്ന് പറഞ്ഞു. ഈ ഫ്ലവറിൻ്റെ അടുത്ത് ഗുഡ് ബൈ പറഞ്ഞിട്ട് പ്രിൻസ് ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്തു. ഏർലിയർ 3 വോൾക്കാനോസ് മാത്രമേ ഇവനെ അറിയത്തുള്ളായിരുന്നു, അതും അവൻ്റെ മുട്ടിൻ്റെ അത്രയും വരെയുള്ള ആ ഒരു വലുപ്പമുള്ള. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ കണ്ടപ്പോൾ ഇവനും തോന്നി ഇവൻ്റെ പ്ലാനറ്റിനെക്കാട്ടിലും ഒരുപാട് വലുതാണ് എർത്തെന്ന് പറയുന്നത്. അപ്പോൾ ആ മൗണ്ടൻ്റെ ടോപ്പിലെത്തിയിട്ട് ഇവൻ ഷൗട്ട് ചെയ്തു ഗുഡ് മോർണിംഗ് എന്ന്. അപ്പോൾ ഇവൻ്റെ തന്നെ എക്കോ കേട്ടു ആ വേർഡ്സിൻ്റെ. ആഫ്റ്റർ വാക്കിംഗ് സം ടൈം അവനൊരു ഗാർഡൻ ഓഫ് റോസസ് കണ്ടു. ഇവൻ വളരെ സാഡായി, ബിക്കോസ് ഇയാളുടെ പ്ലാനറ്റിൽ ഈ ഫ്ലവർ പറഞ്ഞ് എന്താണ് എന്നെ കണക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ 5000 കണക്കിന് റോസ് പ്ലാന്റാണ് ഇരിക്കുന്നത്. ആൻഡ് വീണ്ടും അയാൾ ആലോചിക്കുവാണ്, ഇവള് വീണ്ടും എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗ്രാസിൻ്റെ അവിടെ കിടന്ന് കരയുകയാണ് ചെയ്തത് നമ്മുടെ യങ് പ്രിൻസ്. ഇനി ചാപ്റ്റർ 21 to 27 ലാസ്റ്റ് ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം. ലേറ്റർ പ്രിൻസ് ഒരു ഫോക്സിനെ കണ്ടു ആൻഡ് അവൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ കളിക്കാമോ എന്ന് ചോദിച്ചു, പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഫോക്സ് പറഞ്ഞു ഞാൻ ടൈംഡ് അല്ല, അതായത് എന്നെ മെരിക്കാൻ പറ്റത്തില്ല. ആൻഡ് പീപ്പിൾ ഓൺ എർത്ത് എന്ന് പറയുന്നത് എന്നെ ഹണ്ട് ചെയ്യുകയാണ്, അതായത് എന്നെ ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്തൊരു ആനിമലാണ് ഗൺസൊക്കെ വെച്ച്, അതായത് ചിക്കൻസിനെയൊക്കെ വളർത്താനും അതുപോലെ തന്നെ എന്നെ ഹണ്ട് ചെയ്യാനും യൂസ് ചെയ്യുന്നൊരു ആനിമലാണെന്ന് പറഞ്ഞു. പ്രിൻസ് ചോദിച്ചു എന്താണ് ടൈം ചെയ്യുക എന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഫോക്സ് പറഞ്ഞു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ടൈം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു. ഫോക്സ് പറഞ്ഞു ഫോക്സിന് പ്രിൻസിനെ ടൈം ചെയ്യണമെന്ന് പറഞ്ഞു, ബിക്കോസ് അത് അയാൾ എന്തോ പ്രിൻസിനെ കണ്ടപ്പം എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. അപ്പോൾ ഫോക്സ് പറഞ്ഞു എന്താണ് നീ ഒരു കാര്യം ചെയ്ത് നീ എന്നെ അങ്ങ് ടൈം ചെയ്യാൻ പറഞ്ഞു, അതായത് മെരുക്കി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പ്രിൻസ് എന്താണ് ഫോക്സിനെ ടൈം ചെയ്തു. ആൻഡ് ഹീ ടോൾഡ് ദ പ്രിൻസ്, അതായത് ഈ ഫോക്സ് പ്രിൻസിൻ്റെ അടുത്ത് പറയുവാണ് റോസസ് തേടി പോകണം എന്ന് പറയുവാണ്. അതായത് ഈ റോസ് ഫ്ലവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ലോകത്ത് മാത്രമേ ഉള്ളത്, പക്ഷേ ഇവിടെ 5000 കണക്കിന് റോസ് പ്ലാന്റ്സ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രിൻസ് എന്ത് ചെയ്തു ഗാർഡൻ ഓഫ് റോസസിലോട്ട് പോവുകയാണ്. ആൻഡ് ഓക്കെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് വളരെ ലവ്ലി ആയിരുന്നു, പക്ഷേ അവരെല്ലാം എംറ്റി ആയിരുന്നു. അങ്ങനെ ഈ ഇവൻ്റെ റോസാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവന് തോന്നിയത്. കാരണം ബിക്കോസ് അവനാണ് വാട്ടർ ചെയ്തതും അവനാണ് ഷെൽട്ടർ ചെയ്തതും അവനാണ് കാറ്റർപില്ലേഴ്സിനെയൊക്കെ ഈ ജീവികളെയൊക്കെ കൊന്നതും അവനാണ് അവളോട് സംസാരിച്ചതും ലിസൺ ചെയ്തും എല്ലാം. സോ ആ റോസ് എന്ന് പറയുന്നത് ഇവന് സ്വന്തമായിരുന്നു. അപ്പോൾ ഫോക്സ് ഇവൻ്റെ അടുത്തൊരു സീക്രറ്റ് പറയുവാണ്, നമ്മൾ വളരെയധികം സിൻസിയറായിട്ടൊരു കാര്യം ചെയ്താൽ മാത്രമേ നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ മാത്രമേ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിസിബിൾ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഹി ആഡ്സ് ദാറ്റ് ഈ പ്രിൻസ് ഈ ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് പ്രിൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫോക്സിൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ബൈ ടാറ്റ ബൈ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. അങ്ങനെ പ്രിൻസ് ഒരു റെയിൽവേ സ്വിച്ച് മാനെ കണ്ടു. ആൻഡ് എന്നിട്ട് ഇയാൾ വണ്ടർ ചെയ്യുകയാണ്, ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്പീഡിൽ പോകുന്ന ഇതാണല്ലോ ട്രാവൽ ചെയ്യാൻ വേണ്ടി. ആൻഡ് നമ്മുടെ പ്രിൻസ് ചോദിച്ചു ഈ റെയിൽവേ സ്വിച്ച്മാൻ്റെ അടുത്ത് എങ്ങോട്ടാണ് ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായുന്നത്, എന്തുകൊണ്ട് ഇവരാരും സാറ്റിസ്ഫൈഡ് അല്ലാത്തതെന്ന്, പതുക്കെ പോകാത്തതെന്ന്. അപ്പോൾ സ്വിച്ച്മാൻ പറഞ്ഞു ആരും ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുവാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ വിൻഡോസിന് പുറത്തൂടെ നോക്കി കാഴ്ചകളൊക്കെ കാണുന്നത്, ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ അഡൾട്ട്സ് ഒന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അവരെപ്പോഴും ഓട്ടത്തിലാണെന്ന് പറഞ്ഞു, അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസ് ഇങ്ങനെ പറയുവാണ് ശരിയാണ്, കുട്ടികൾക്ക് മാത്രമേ അവരെന്താണ്
നോക്കുന്നതെന്നും അല്ലെങ്കിൽ അവരെന്തിനെയാണ് നോക്കുന്നതെന്നുള്ളൊരു അറിവുള്ളൂ മൈൻഡിൽ. ബാക്കി എല്ലാവരും എന്തിനോ വേണ്ടി കിടന്ന് ഓടുകയാണെന്നാണ് പറഞ്ഞത്. പ്രിൻസ് പിന്നെ അതിനുശേഷം ഒരു മേർച്ചൻറ്റിനെ കാണുന്നു. അയാൾ പിൽസ് അല്ലെങ്കിൽ ഈ മരുന്നൊക്കെ കൊടുക്കുന്നൊരു മനുഷ്യരായിരുന്നു. ആൻഡ് ഈ മരുന്ന് എന്തിനുള്ള മരുന്നാണെന്ന് വെച്ചാൽ ഈ ദാഹം ശമിപ്പിക്കാനുള്ള മരുന്നായിരുന്നു. ആൻഡ് എന്നിട്ട് പറയുകയാണ് ഈ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നീട് വെള്ളം കുടിക്കേണ്ടി വരത്തില്ല. ഒരു ആഴ്ചയിൽ 53 മിനിറ്റെങ്കിലും ഇവർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കാതിരുന്ന് സേവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആ സമയം കളയണ്ടാന്ന്, അത്രയും സമയം കളയണ്ടാന്ന്. അങ്ങനെ പ്രിൻസ് ഇങ്ങനെ നെറ്റി ചുളിച്ചുകൊണ്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്നിട്ട് പ്രിൻസ് പറയുകയാണ് 53 മിനിറ്റ് ഉണ്ടെങ്കിൽ എനിക്കൊരു വാട്ടർ ഫൗണ്ടൻ്റെ അടുത്തുകൊണ്ട് തന്നെ പോവാം, അല്ലെങ്കിൽ ആ വാട്ടർ ഫൗണ്ടൻ തന്നെ യൂസ് ചെയ്യാമെന്ന് പ്രിൻസ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നറേറ്റർ അപ്പോഴാണ് അതിനൊക്കെ ശേഷമാണ്, അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ നറേറ്ററിനെ യങ് പ്രിൻസ് കാണുന്നത്. നറേറ്റർ അവിടെ വന്നതൊരു പ്ലെയിൻ ക്രാഷോട് കൂടിയാണ്. 8ാമത്തെ ദിവസമാണ് നറേറ്റർ ഈ ഡെസേർട്ടിലെത്തിയത്. അങ്ങനെ 8ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നറേറ്റർ. അപ്പോഴാണ് ആരെ കാണുന്നത്, നമ്മുടെ ഈ യങ് പ്രിൻസിനെ കാണുന്നത്. അവിടെ വെച്ച് ഇയാൾക്ക് വെള്ള സപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു കിണർ തപ്പിപ്പോയി. പ്രിൻസ് പറയുവാണ് ഡെസേർട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്, ബിക്കോസ് അവിടെ എവിടെയോ ഒരു കിണറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. നറേറ്റർ ഇയാളുടെ പഴയ ഹൗസൊക്കെ ഓർമ്മ വന്നു. അതായത് വെള്ളവും അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നറേറ്ററിന് ഓർമ്മ വന്നു. പ്രിൻസ് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നറേറ്റർ എന്തോ ഒരു നിധി കിട്ടിയ പോലെയാണ് പ്രിൻസിനെ നോക്കിയിരുന്നത്. നറേറ്റർ ഫെൽറ്റ് ദാറ്റ് ഈ ഒരു ലിറ്റിൽ ബോയെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അതായത് കിണർ ഡിസ്കവർ ചെയ്തു, വാട്ടർ കുടിച്ചു. ആൻഡ് ദേ ഫെൽറ്റ് ബെറ്റർ. രണ്ടുപേരും വെള്ളം കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. പ്രിൻസ് റിമെമ്പർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോളോയിങ് ഡേ എന്ന് പറയുന്നത്, അതായത് ഒരു വർഷമായി ഇയാൾ വന്നിട്ട് ഈ ഒരു എർത്തിലോട്ട് വന്ന് വീണിട്ട്. അപ്പോൾ നറേറ്റർ റിയലൈസ് ചെയ്തു എവിടാണോ ഇയാൾ വീണതെന്നുള്ളത് അവിടെ തന്നെയാണ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നത്. അങ്ങനെ ബോയ് പറയുവാണ് ഒരു കാര്യം പ്ലെയിനിൻ്റെ ആ ഒരു റിപ്പയർ വേഗം തുടങ്ങിക്കോളാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ നറേറ്റർ നോക്കുമ്പോൾ പ്രിൻസ് ഒരു സ്നേക്കിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് കാണുന്നത്. പ്രിൻസ് വാസ് ആസ്കിങ് ദ സ്നേക്ക്, ഈ പോയിസൺ ഗുഡാണോ അതോ ഒരുപാട് നേരം സഫർ ചെയ്യേണ്ടി വരുമോ നമ്മുടെ പോയിസൺ ദേഹത്ത് അകത്തായി കഴിഞ്ഞാലെന്ന്. അപ്പോൾ നറേറ്റർ ഈ സ്നേക്കിനെ ഷൂട്ട് ചെയ്യാൻ നോക്കുവാണ് അയാളുടെ റിവോൾവർ വെച്ചിട്ട്. പക്ഷേ സ്നേക്ക് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്തു. പ്രിൻസ് സോഫ്റ്റ്ലി നറേറ്ററിൻ്റെ അടുത്ത് പറയുവാണ് എന്തായാലും ഈ പ്ലെയിനിൻ്റെ എഞ്ചിൻ അപ്പോഴത്തേക്കും ശരിയായി. പ്രിൻസ് എന്നിട്ട് നറേറ്ററിനടുത്ത് പറഞ്ഞു പെട്ടെന്ന് തന്നെ എന്തായാലും പ്ലെയിനിൻ്റെ എഞ്ചിൻ ഫിക്സ് ആയത് കാര്യമായെന്ന് പറഞ്ഞു. ആ നറേറ്റർ പറയുവാണ് നിനക്ക് എങ്ങനെ മനസ്സിലായത്, അതായത് പറയാൻ പോകുമായിരുന്നു പ്ലെയിനിൻ്റെ എഞ്ചിൻ ഫിക്സ് ആയെന്നുള്ളത്. അപ്പോൾ നറേറ്റർ ചോദിക്കുവാണ് നിനക്ക് എങ്ങനെ അറിയാം ഈ പ്ലെയിൻ പെട്ടെന്ന് ഫിക്സ് ആയെന്ന്. അപ്പോൾ പ്രിൻസ് എന്നിട്ട് പറയുവാണ് അതായത് ഇനി ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇനി എന്നെ തേടി വരണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് പ്രിൻസിൻ്റെ അടുത്ത്. കാരണം അത് മാത്രമല്ല സ്നേക്കിൻ്റെ അടുത്തോട്ട് ഇനി എനിക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ പ്രിൻസ് ഇയാളുടെ അടുത്ത് പറയുവാണ്. അപ്പോൾ അതായത് പ്രിൻസ് നറേറ്ററിൻ്റെ അടുത്ത് പറയുവാണ് രാത്രിയിൽ വരണ്ട, കാരണം ഇയാളൊരു വല്ലാത്ത അവസ്ഥയിലായി, നമ്മുടെ നറേറ്റർ ഒരു ഡൈയിങ് അവസ്ഥയിലായി. ആൻഡ് അതുപോലെ തന്നെ സ്നേക്കിൻ്റെ അടുത്തോട്ട് പോകണ്ട, അത് ചിലപ്പോൾ ബൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ പ്രിൻസ് പറഞ്ഞു എനിക്കിനി നിൻ്റെ ബോഡിയൊന്നും എടുത്തുകൊണ്ട് മാറ്റാനൊന്നും വയ്യാന്നൊക്കെ പറഞ്ഞു. ആഫ്റ്റർ സം ടൈം നറേറ്റർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രിൻസ് ഒരു മരം വീഴുന്ന കണക്ക് അവിടെ അങ്ങ് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ 6 വർഷമായി നറേറ്റർ വീട്ടിലോട്ട് പോയിട്ട് പ്രിൻസിൻ്റെ ബോഡി ഇയാൾ ഒരിക്കലും കണ്ടതുമില്ല. ആൻഡ് ഇയാൾ വളരെ സങ്കടപ്പെട്ടാണ് നടന്നത്. ആൻഡ് ഇയാൾ എപ്പോഴും ഈ പ്രിൻസിനെ ആലോചിച്ച് ഈ രാത്രിയിൽ സ്റ്റാർസിനെ നോക്കിയിരിക്കും. ഈ എപ്പിലോഗിൽ, അതായത് കൺക്ലൂഷനിൽ നറേറ്റർ ഒരു ഡെസേർട്ടിനെ വരയ്ക്കുന്നു. ആൻഡ് ആ ഡെസേർട്ട് വളരെയധികം ഒരു സാഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആയിട്ടാണ് ഡെസേർട്ടിനെ ഇയാൾ വരയ്ക്കുന്നത്. ഇയാളൊരു പെയിൻറ്ററാണല്ലോ, ഒരു വരയ്ക്കുന്ന മനുഷ്യനാണല്ലോ. ആൻഡ് ഹി സേസ്, അതായത് ഒരു ലിറ്റിൽ ബോയിയെ എവിടെയെങ്കിലും ഒരു സ്പോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ, ഒരു പ്രിൻസിനെ പോലുള്ളൊരു സ്പോട്ടിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഈ ഡെസേർട്ടിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇയാളുടെ അടുത്തോട്ട് ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കണം, അതായത് ഇവൻ തിരിച്ചു വന്നു പറഞ്ഞുകൊണ്ട്. അപ്പം അതായത് ആ ലിറ്റിൽ ബോയിയെ മിസ്സിങ് ആയി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇത് എൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്, കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പിന്നെ അത് നറേറ്റർ എന്ന് പറയുന്നത് ആരാണെന്ന്, അതായത് നറേറ്റർ ഒരു പൈലറ്റാണ്. അയാൾ സഹാര ഡെസേർട്ടിൽ അയാളുടെ പ്ലെയിൻ ക്രാഷ് ചെയ്തു. പിന്നെ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ യങ് പ്രിൻസ് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കാം, ഏത് പ്ലാനറ്റിൽ നിന്നാണ് വന്നതെന്ന് ചോദിക്കാം. പിന്നെ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യം കാണുന്ന, നമ്മൾ ഈ കേട്ടതല്ല ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് ഡീപ്പർ മീനിങ്സ് ഉണ്ട്. അതായത് ഇതൊരു ചിൽഡ്രൻ സ്റ്റോറിയാണ് ആദ്യത്തെ കാര്യം തന്നെ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്പിൾ മീനിങ്സും ഇൻ്റർപ്രിട്ടേഷൻസും വരാം. അതായത്
ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, സില്ലി ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചാണ് ഇത് പറഞ്ഞു പോകുന്നത്. അതായത് ഈ അഡൾട്ട്സ് എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. അവർ ചിലർ ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും, ചിലർ വളരെ ഈഗോയിസ്റ്റ് ആയിരിക്കും അല്ലേ. ചിലരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചിൽഡ്രനും അഡൾട്ട്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ട്രെയിനിൽ ആ സ്വിച്ച്മാൻ പറയുന്നുണ്ട്, ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ ട്രെയിനിൻ്റെ വെളിയിലത്തെ കാഴ്ചകൾ നോക്കുന്നത്, ബാക്കി എല്ലാവരും എപ്പോഴും സ്പീഡിൽ ഓട്ടമാണെന്ന്. അപ്പോൾ മെസ്സേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ മൈൻഡിൽ ചൈൽഡ് ലൈക്ക് വണ്ടർ ഉണ്ടല്ലോ. കുട്ടികളിപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഒരു ക്യൂരിയോസിറ്റിയാണ് കുട്ടികളുടെ മൈൻഡിൽ എപ്പോഴും. ആ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം എന്നാണ് പറയുന്നത്. ആൻഡ് അഡൾട്ട്സ് അതുപോലെ തന്നെ ഈ സിമ്പിൾ ആയിട്ടുള്ള തിങ്സിൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ കണക്കുള്ള ക്യൂരിയോസിറ്റിയും ഓപ്പൺ മൈൻഡഡ്നെസ്സും വേണം അഡൾട്ട്സിനും. അല്ലെങ്കിൽ എന്തായിട്ട് മാറും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ലൈഫ് തന്നെ വളരെയധികം ബോറായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. ഈ അഡൾട്ട് ആകുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ജഡ്ജ് ചെയ്യാനും സൂപ്പർഫിഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യാനും ഒക്കെയാണ് നമ്മളെപ്പോഴും നോക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകളെ ഒരു ജേർണിയിൽ ഇവൻ കണ്ടുമുട്ടി, അങ്ങനെ ഒരുപാട് കാരിക്കേച്ചേഴ്സിനെ അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സിനെയാണ് ഇവൻ കണ്ടത്. അപ്പോൾ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൈൽഡ്ഹുഡിൻ്റെ സിമ്പിളായിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് ഡെത്ത് ഈ ഒരു സ്റ്റോറിക്കകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് ഈ എൻഡിങ് ഓഫ് ദ സ്റ്റോറിയിൽ ടൈം ആൻഡ് ഡെത്തിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറിക്കകത്ത് ടൈമിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. നറേറ്റർ ഈ ഒരു ലിറ്റിൽ പ്രിൻസിനെ കാണുന്നത് തന്നെ വെള്ളം കിട്ടാതെ മരിക്കുന്ന ആ ഒരു സമയത്താണ്, വെള്ളം കിട്ടാതെ മരിക്കാറായി നിൽക്കുന്ന സമയത്താണ്. പിന്നെ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ഇവനെയും കൂടെ കൂട്ടിയാണ് ഇവനിലെ കിണറിൽ നിന്ന് പോയി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അയാൾ കുറച്ച് നോക്കിയാവുന്നുണ്ട്. പ്രിൻസ് എന്ന് പറയുമ്പോൾ അവൻ്റെ പ്ലാനറ്റ് വിട്ടിട്ട് ഈ ഒരു എർത്തിലോട്ട് വന്നതാണ്. അവന് കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അറിയണമായിരുന്നു, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി വേണമായിരുന്നു, എസ്പെഷ്യലി അവൻ്റെ റോസിനെ കുറിച്ച്. അങ്ങനെയാണ് ഇവൻ എർത്തിലോട്ട് വന്നത്. ലാസ്റ്റാണ് ഇവൻ എർത്തിലോട്ട് വന്നത്. ആൻഡ് ഇവൻ ടൈമൊന്നും അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയല്ല. ടൈനി പ്ലാനറ്റിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവൻ ഈ സമയത്തോടൊന്നും വലിയ ഇതൊന്നുമില്ല. എർത്തിലെന്ന് പറയുമ്പോൾ എല്ലാവരും ടൈം നോക്കുന്ന ആളുകളാണ്. എർത്തിൽ വന്നപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഒരു വർഷമായി എന്നിട്ട് ഇവൻ തിരിച്ചു പോകണം എന്നൊക്കെ പറയുന്നു. സ്നേക്ക് ഇങ്ങനെ അവന് ഹെൽപ്പ് അതായത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്തിനെ ഒട്ടും പേടിയില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ യങ് പ്രിൻസ് എന്ന് പറയുന്നത്. കാരണം സ്നേക്കിൻ്റെ അടുത്ത് പോലും സംസാരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ അതിനുശേഷം നറേറ്റർ പിന്നീട് നമുക്ക് ഇപ്പോൾ ഈ സമ്മറിക്കകത്ത് പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നറേറ്റർ കാണുന്നുണ്ട്. അതായത് സെക്കൻഡ് ടൈം ഈ സ്നേക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേക്ക് ഈ പ്രിൻസിനെ കൊത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ പ്രിൻസ് ഒരു ട്രീ വീഴുന്ന കണക്ക് സാൻഡിലോട്ട് വീഴുന്നത്, ഒരു സൗണ്ട് പോലും ഇല്ലാതെ. അപ്പോൾ അത് നറേറ്റർ നെവർ മെൻഷൻ ചെയ്യുന്നില്ല ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച്. പക്ഷെ നമുക്കത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന്. ഓക്കെ, ആൻഡ് എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്നേക്ക് ബൈറ്റ് ചെയ്തപ്പോഴാണ് യങ് പ്രിൻസ് അവൻ്റെ പ്ലാനറ്റിലോട്ട് തിരിച്ച് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോയതെന്നാണ് പറഞ്ഞത്. പക്ഷേ ലിറ്റിൽ പ്രിൻസിന് ഒരിക്കലും ഡെത്തിനെ ഒട്ടും പേടിയില്ലായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ മേജർ സിമ്പിൾസ് എന്ന് പറയുമ്പം സ്റ്റാർസ്, ഡെസേർട്ട്, ട്രെയിന്, വാട്ടർ, ഇതൊക്കെയാണ് ഇതിനകത്ത് മേജർ സിമ്പിൾ എന്ന് പറയുന്നത്. ടൈനി പ്ലാനറ്റ്സിനകത്ത് ഉണ്ടായിരിക്കുന്ന റോസ് ഗാർഡൻ, എക്കോ, ഫോക്സ്, സ്നേക്ക്, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എല്ലാം തിരിച്ചറിവിൻ്റെ സിമ്പിൾസാണ്, റിയലൈസേഷൻ്റെ സിമ്പിൾസാണ്. പിന്നെ നറേറ്ററിനാണെന്നുണ്ടെങ്കിലും പ്രിൻസിനാണെന്നുണ്ടെങ്കിലും ഈ ഗ്രീഡ് അതുപോലെ തന്നെ ഈ സെൽഫിഷ്നെസ്സിനെ കുറിച്ചൊക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അത് ആര് വഴിയാണ് നമ്മുടെ നറേറ്റർ മനസ്സിലാക്കുന്നത്? നമ്മുടെ യങ് പ്രിൻസ് വഴി. അവൻ ഒരുപാട് ടൈപ്പിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നു ഒരുപാട് പേരുടെ സ്വഭാവത്തെക്കുറിച്ച്. എർത്തിലെത്തിയപ്പം നറേറ്റർ പ്രിൻസും അവിടെയുള്ള പീപ്പിളിൽ നിന്നും ആനിമൽസിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് നറേറ്ററിൻ്റെ ലോൺലിനെസ്സിൻ്റെ സിമ്പലാണ്. അതുപോലെ തന്നെ ഡെസേർട്ട് എന്ന് പറയുന്ന നറേറ്ററിൻ്റെ ഇഗ്നോറൻസിൻ്റെ സിമ്പിളാണ്, അറിവില്ലായ്മയുടെ സിഗ്നലാണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ റിയലൈസേഷനാണ് നമ്മുടെ നറേറ്ററിൻ്റെയും പ്രിൻസിൻ്റെയും. ഓക്കെ, ട്രെയിൻ എന്ന് പറയുന്നത് ആളുകളുടെ അതായത് ഈ ഹ്യൂമൻ കൈൻഡിൻ്റെ ഈ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള എഫേർട്ടുകളെയാണ് ട്രെയിൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കിടന്ന് ട്രാവൽ ചെയ്ത് ഓടുവാണ്, ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അതാണ് മീനിങ്ലെസ് ആണ് നമ്മുടെ ലൈഫ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം പ്രിൻസിൻ്റെ ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നറേറ്ററിന് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ്. നറേറ്ററിന് മനസ്സിലായി ഇവൻ മരിച്ച് ഇവൻ്റെ പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അതാണ് ഇയാൾ സ്റ്റാർസിൽ നോക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ലിറ്റിൽ പ്രിൻസ് എന്ന് പറയുമ്പോൾ ലിറ്റിൽ പ്രിൻസ് എവിടെ നിന്ന് വരുന്നു എന്ന് പറയണം. വളരെ സാഡായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അവൻ്റെ റോസിനെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ വളരെ ബിസി ആയിട്ടാണ് ഇവൻ നിന്നത്. ഒരു 6-7 പ്ലാനറ്റിലൊക്കെ പോയി. അവൻ്റെ പ്ലാനറ്റിൽ 3 വോൾക്കാനോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബോബോ ട്രീസ് ഒന്നും ഇവൻ്റെ പ്ലാനറ്റിൽ ഇവൻ ഗ്രോ ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ റോസ് പ്ലാന്റ് ബ്ലൂം ചെയ്തപ്പോൾ ഇവൻ വളരെ സർപ്രൈസ്ഡ് ആയിട്ട് മാറി. ഇവൻ വളരെയധികം ടേക്ക് കെയർ ചെയ്തു. പക്ഷേ ആ റോസ് പ്ലാന്റ് എന്ന്
പറയുന്നത് വളരെ മാനിപ്പുലേറ്റീവും റൂഡുമായിരുന്നു. ആൻഡ് അതുകൊണ്ടാണ് ഇവൻ വിഷമിച്ച് അവിടെ നിന്നും പോയത്. പിന്നെ ഒരു 6 ടൈനി പ്ലാനറ്റ്സ് ഇവൻ കണ്ടു, എല്ലാവരെയും വിസിറ്റ് ചെയ്തു, ഒരുപാട് ടൈപ്പ് ഓഫ് പീപ്പിളിനെ ഇവൻ കണ്ടു. ബിസിനസ്മാനെ കണ്ടു, ലാമ്പ് ലൈറ്ററിനെ കണ്ടു, ജോഗ്രഫറിനെ കണ്ടു, അതുപോലെ തന്നെ ഒരു വിയേർഡായിട്ടുള്ള അഹങ്കാരിയായിട്ടൊരു മനുഷ്യനെ കണ്ടു. പിന്നെ സഹാറ ഡെസേർട്ടിൽ ജോഗ്രഫർ പറഞ്ഞിട്ടാണ് വന്നത് ഈ ഒരു എർത്തിലോട്ട് വന്നത്. അവിടെ വെച്ച് സ്നേക്കിനെയും ഫ്ലവറിനെയും കണ്ടു, അവിടെ വെച്ച് നമ്മുടെ നറേറ്ററിനെയും പരിചയപ്പെട്ടു. മൗണ്ടനിൽ പോയി ഇവൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു, അവൻ്റെ എക്കോ കേട്ടു. എർത്ത് വളരെ ഡെസേർട്ടഡ് ആണെന്നും ഹോസ്റ്റൈലാണെന്നും ഇവന് മനസ്സിലായി. അങ്ങനെ നറേറ്ററിനെ കണ്ടു. ഒരു പൈലറ്റായ നറേറ്റർ ക്രാഷായെന്ന്, ഈ സഹാറ ഡെസേർട്ടിൽ അയാളുടെ പ്ലെയിൻ ക്രാഷായെന്നാണ് ഇവർ മനസ്സിലായത്. പിന്നെന്താണ്, നറേറ്ററിനെ ശരിക്കും പറഞ്ഞാൽ ഇവൻ കുറച്ച് സ്പിരിച്വൽ റിയലൈസേഷൻ കൊടുത്തതാണ്. പിന്നീട് പ്രിൻസ് എന്ന് പറയുന്നത്, നമ്മുടെ യങ് പ്രിൻസ് എന്ന് പറയുന്നത് ഇന്നസെൻസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് പ്യൂരിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അഡൾട്ട്സിൻ്റെ ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ചും ആ ഒരു സെൽഫിഷ്നെസ്സിനെ കുറിച്ചും ഒക്കെ നമ്മുടെ ഈ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫോക്സിനെ കാണുമ്പോഴാണ് അവന് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്, നമ്മുടെ യങ് പ്രിൻസിന് മനസ്സിലാവുന്നത്. ആൻഡ് ഹാപ്പിനെസ്സിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ അവന് ലാസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ എസ് എ ഒക്കെ എന്ന് പറയുമ്പം ഇത്രയും കാര്യങ്ങളങ്ങ് എഴുതിയാൽ മതി. ലാസ്റ്റ് മരിക്കുന്ന കാര്യം നമ്മുടെ സ്റ്റോറിയിൽ ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിലും ആ സ്നേക്ക് ബൈറ്റോട് കൂടിയാണ് ഇവൻ മരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഷൂട്ട് ചെയ്ത സമയത്ത് ചിലപ്പോൾ ഈ സ്നേക്ക് പെട്ടെന്ന് ഡിസപ്പിയർ ആയെന്ന് പറഞ്ഞില്ലേ മറ്റേ ആൾ നറേറ്റർ ഷൂട്ട് ചെയ്ത സമയത്ത്, അപ്പോൾ ചിലപ്പോൾ ഇതിനെ കടിച്ചിട്ട് അത് ഓടിക്കളഞ്ഞതായിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്തുനിന്ന് വരാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.